പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പരിപാവനമായ സ്വഫർ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരികയാണ്. നാളെ 3-ാമത്തെ വെള്ളിയാഴ്ച പകൽ. അൽഹംദുലില്ലാ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് വ്യാഴാഴ്ച, ഇന്നും നാളെയുമായി നമ്മൾ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ട 11 കാര്യങ്ങൾ. ഇന്നും നാളെയുമായി നമ്മൾ ചെയ്തു തീർക്കേണ്ട 11 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് നമ്മൾ പറയുകയാണ്. മാത്രമല്ല, ഖബറിൻ്റെ അദാബിനെ തൊട്ട് രക്ഷ കിട്ടാൻ, മരിക്കുന്ന സമയത്ത് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ, നമ്മളെല്ലാവരും ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യും പിടിച്ച് ജിബ്രീൽ എന്ന മലക്ക് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്വലാത്തുണ്ട്. സ്വലാത്തു ജിബ്രീൽ എന്നാണ് ഈ സ്വലാത്തിനെ പറ്റി മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്വലാത്തു ജിബ്രീൽ ഏതാണ്, അതെങ്ങനെയാണ് ഓതേണ്ടത്, അതിൻ്റെ അർത്ഥം എന്താണ്, അതെപ്പോഴാണ് ഓതേണ്ടത്, കൂടുതൽ വിശദീകരണങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം. ദുആ ചെയ്യുന്നവരാണോ ഞാനും നിങ്ങളും എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ നഷ്ടത്തിലാണ് നമ്മുടെ ദുആ പോകുന്നത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ നേരെ ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അവസാനം വരെ കാണാൻ വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീൻ അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് എനിക്കും നിങ്ങൾക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ കുടുംബത്തിൽ അല്ലാഹു തആല സ്വസ്ഥതയും സമാധാനവും സന്തോഷവും എല്ലാവിധത്തിലുള്ള ഇണക്കവും പിണക്കങ്ങളെ തൊട്ടുള്ള കാവലും അല്ലാഹു തആല നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അവർക്കൊക്കെ അല്ലാഹു തആല സന്തോഷം കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പരിപാവനമായ സുന്ദരമായ സ്വഫർ മാസം, ആ സ്വഫർ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരുന്നു. നാളെ 3-ാമത്തെ വെള്ളിയാഴ്ച പകലാണ്. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച പകൽ. അപ്പോൾ ഇന്നും നാളെയുമായിട്ട് നമ്മൾ അധികരിപ്പിക്കേണ്ട, ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളിലൂടെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുന്നത്. അതോടൊപ്പം തന്നെ ഒരു പുണ്യമായ ഒരു സ്വലാത്തും ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കാര്യം, നല്ലവണ്ണം ദുആ ചെയ്യും. വെള്ളിയാഴ്ച രാവ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്, ഇല്ലാന്നല്ല, ഉണ്ട്. പക്ഷേ ഇതിനേക്കാൾ ഒരുപാട് കണ്ട് ആളുകൾ, നമ്മുടെ മുൻഗാമികൾ വളരെ ശ്രദ്ധയോടുകൂടി അവർ കൈകാര്യം ചെയ്തിരുന്ന ഒരു മേഖലയാണ് വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ. വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും പരിശുദ്ധമായ ഖുർആൻ, അതുപോലെ തന്നെ സ്വലാത്ത്, ദിക്ർ, ഔറാദ്, ഇതുമായി ബന്ധപ്പെട്ട് മുഴുകിയ ആളുകളാണ് നമ്മുടെ മുൻഗാമികൾ. ഇന്ന് നമുക്കതില്ല, അല്ലേ? എന്ത് വെള്ളിയാഴ്ച രാവ്, എന്തിട്ട് വെള്ളിയാഴ്ച രാവ്, അതൊക്കെ സാധാ ദിവസം പോലെ. വെള്ളിയാഴ്ച തന്നെ പള്ളി പോകുന്നില്ല, അല്ലേ? അല്ലെങ്കിൽ പള്ളി പോയാൽ തന്നെ അത് ഖുതുബ ഓതിയിട്ട് മിമ്പറിൽ നിന്നും ഇറങ്ങാൻ കാത്തിരിക്കുന്നു ഓടിപ്പോവാൻ വേണ്ടി. അങ്ങനെയുള്ള ഒരു ഖൗമായി ഞാനും നിങ്ങളൊക്കെ മാറി. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത്, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ച പകലാണ്. നല്ലവണ്ണം ദുആ ചെയ്യാം. ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് കൊടുക്കുമെന്ന് ഒരുപാട് മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ള ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കൊക്കെ എത്ര പ്രശ്നങ്ങളുണ്ട്, അല്ലേ? എനിക്കും നിങ്ങൾക്കൊക്കെ എത്രയോ പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എല്ലാം ഉസ്താദേ ദുആ രക്കണേ എന്ന് പറഞ്ഞ് ഉസ്താദിനോട് ഇങ്ങനെ ഏൽപ്പിച്ചാൽ എല്ലാം ആയി എന്നല്ല, അല്ലേ? കമന്റിലൂടെയൊക്കെ ഒരുപാട് പേര് ദുആ രക്കാൻ പറഞ്ഞു, നേരിട്ട് കണ്ട് പറയുന്നു. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ, ഒക്കെ വലിയ സന്തോഷമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ രക്കും. അല്ലാഹു തആല ആരൊക്കെ എന്തൊക്കെ എവിടെ വെച്ച് എങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം അല്ലാഹു തആല അവർക്കൊക്കെ സലാമത്താക്കി കൊടുക്കട്ടെ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ. വിഷമ പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. പക്ഷെ ഉസ്താദ് ഒരു ദുആക്ക് ഹോൾസെയിൽ എടുത്ത ആളാണ് എന്നൊന്നുമല്ല, മറിച്ച് നമ്മുടെ കാര്യം നമ്മൾ തന്നെ അള്ളാഹിനോട് പറയണം. എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അള്ളാഹിനോട് പറയണ്ടേ? ഞാൻ പറയാതെ എൻ്റെ കാര്യം മറ്റുള്ളവർ പറഞ്ഞാൽ അത് ശരിയാവോ? ഇല്ല, ഞാൻ എൻ്റെ കാര്യം അള്ളാഹിനോട് പറയണം. അതുകൊണ്ട് ദുആക്ക് ഇജാബത്തുള്ള സമയമാണ് ഈ വെള്ളിയാഴ്ച രാവ്. ഇപ്പം മുതൽ, ഇന്നത്തെ ഈ രാവിലെ മുതലുള്ള ടൈം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്, അല്ലേ? നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുലേക്ക് ദുആ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ പലരും പറയാറുണ്ട്, ഞാനൊക്കെ എത്രയോ ദുആ ചെയ്തു എന്നിട്ടൊന്നും അള്ളാഹ് സ്വീകരിക്കുന്നില്ല എന്ന് പരിഭവം പറയാറുണ്ട്. നമ്മുടെ ദുആയൊക്കെ അള്ളാഹു തആല സ്വീകരിക്കണമെങ്കിൽ ചില ക്വാളിറ്റി വേണം, ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, എന്തെങ്കിലും ഒരു നല്ല കാര്യം അള്ളാഹുവിലേക്ക് നമ്മൾ തവസ്സുലാക്കിയിട്ട് വേണം നമ്മൾ ദുആ ചെയ്യാൻ. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഈ വൈകുന്നേരത്തെ നമ്മുടെ ദിക്റിൻ്റെ മജ്‌ലിസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യുന്നത്? നേരെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ദുആയല്ല, മറിച്ച് നമ്മൾ ആദ്യം
എന്താണ് കുറച്ച് ദിക്റുകൾ പറയുന്നു അല്ലേ, ദിക്ർ പറയുന്നു, അതുപോലെ തന്നെ സ്വലാത്ത് പറയുന്നു, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറയുന്നു അല്ലേ, ഇസ്തിഗ്ഫാർ പറയുന്നു. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി അതൊക്കെ ഓതിയിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് നല്ല കാര്യങ്ങൾ, നല്ല അമലുകൾ അത് നമ്മൾ മുന്നിൽ വെച്ചിട്ട് അതിൻ്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇപ്പോൾ ഒരാൾ സ്വതക്ക കൊടുക്കുന്നു, സ്വതക്ക കൊടുക്കുക, അത് നിസ്കരിക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക, അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട് അതിൽ തവസ്സുലാക്കി, പഠിച്ചോനെ ഞാൻ ഈ ചെയ്ത സ്വതക്കയുടെ പ്രതിഫലം കൊണ്ട്, സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട്, ഞാൻ നിസ്കരിച്ച നിസ്കാരത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഞാൻ ചൊല്ലിയ ദിക്ർ ഔറാദിൻ്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എൻ്റെ ദുആ നീ സ്വീകരിക്കണേ, ഞങ്ങളുടെ ദുആ നീ കബൂലാക്കണേ, പ്രശ്നങ്ങൾ മാറ്റിത്തരണേ, അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തേത്, ദുആ ചെയ്യുമ്പോൾ അതിന് വേഗത്തിൽ ഉത്തരം കിട്ടണം. എപ്പോഴും ധൃതി അത് പാടില്ല അല്ലേ. ദുആ ചെയ്യുമ്പോൾ ഒരു ധൃതിയുണ്ട്, പെട്ടെന്ന് ദുആ ചെയ്തു പോവലല്ല, സമാധാനത്തിൽ സാവകാശം ദ്വാരക്കുക. മാത്രമല്ല ഈ ദുആ അല്ലാഹു തആല സ്വീകരിക്കും എന്നുള്ള ശുഭവിശ്വാസം നമുക്ക് വേണം. അല്ലാഹ് സ്വീകരിക്കുമായിരിക്കാം, അങ്ങനെയൊന്നുമല്ല, പടച്ചോൻ സ്വീകരിക്കും, ഇത് പടച്ചോൻ കബൂലാക്കും, ഇൻഷാ അല്ലാഹ് ഇതെനിക്ക് അല്ലാഹു തആല ഇതിൻ്റെ ഉത്തരം തരും, അങ്ങനെ ഉറപ്പ് നമുക്ക് വേണം. പിന്നെ മറ്റൊരു കാര്യം, ഹൃദയ സാന്നിധ്യം വേണം. മറ്റ് ചിന്തകൾ അവിടെ ഇവിടെയൊക്കെ ചിന്തിച്ച് അല്ലേ, ചില ആൾക്കാർ ആമീൻ പറയുന്നത് കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ പിടിക്കേണ്ട കൈയൊക്കെ ഇങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെയൊക്കെ പിടിക്കും, വയറ്റിൽ പിടിക്കും അല്ലേ. അങ്ങനെയാണോ ദ്വാരക്കേണ്ടത്? ആർക്കോ വേണ്ടി ദ്വാ, അങ്ങനെയല്ല. ഇതെൻ്റെ കാര്യമാണ് പടച്ചോനെ പറയുന്നത്, എനിക്ക് ഖൈറുണ്ടാവാനാണ്. അപ്പോൾ നല്ലവണ്ണം ദ്വാ ചെയ്യാൻ നമ്മൾ കൈപിടിക്കുക. പിന്നെയോ ദുആ വെറുതെ പലരും പറയാറുണ്ട്, ദുആ എന്ന് ചെയ്തിട്ട് ഒരു സ്വീകരിക്കുന്നില്ല, ദിക്ർ ചൊല്ലുന്നു അതൊന്നും സ്വീകരിക്കുന്നില്ല, സ്വലാത്ത് പറയുന്നു അതൊന്നും പടച്ചോൻ കബൂലാക്കുന്നില്ല. എന്താ പ്രശ്നം നമ്മുടെ തന്നെയാണ്. നമ്മൾ തിന്നുന്നത് ഹലാലാണോ, നമ്മുടെ വസ്ത്രം ഹലാലാണോ, കുടിക്കുന്നത് ഹലാലാണോ എങ്കിൽ നമ്മുടെ ദുആ സ്വീകരിക്കും. ഇത് ഹറാമ് തിന്ന് ഹറാമായ സമ്പാദ്യത്തിലൂടെ സമ്പാദിച്ച പൈസ കൊണ്ട് വാങ്ങിയ വസ്ത്രം ധരിച്ച് ഹറാമായ പൈസ കൊണ്ട് വാങ്ങിയ വെള്ളം കുടിച്ചിട്ട് നമ്മൾ ദുആ ചെയ്യാൻ തുടങ്ങിയാൽ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ചില മര്യാദകളുണ്ട്. ഫർദായ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ദുആ ചെയ്തിട്ട് കാര്യമില്ല. ദുഹറില്ല, അസറില്ല, മഗ്രിബില്ല, ഇശായില്ല, സുബഹില്ല, ഫർദ് നിസ്കാരം നിസ്കരിക്കൂല, പിന്നെയോ ഭയങ്കര ദുആയാൻ, അതുകൊണ്ടായില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് കാര്യം പറയാനുണ്ട്. പറഞ്ഞു വന്നത്, ദുആക്ക് ഇജാബത്തുള്ള സമയമാണ് വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് സ്വർഗത്തെ നമ്മൾ ചോദിക്കണം. എങ്ങനെ? വെള്ളിയാഴ്ച രാവിലും പകലിലും സ്വർഗത്തെ അധികമായി ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. ഇങ്ങനെ സ്വർഗത്തെ ആവർത്തിച്ച് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. മാത്രമല്ല വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ്, അമലുകൾ ഉയർത്തപ്പെടുന്ന സമയമാണ്. അത് വളരെയധികം ശ്രദ്ധിക്കണേ. അതുകൊണ്ട് നല്ല അമലുകൾ അധികരിപ്പിക്കുക. ഇന്ന് വ്യാഴാഴ്ച, ഇന്ന് സുന്നത്ത് നോമ്പ് പിടിച്ച എത്രയോ ഉമ്മമാരുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഇന്നത്തെ ദിവസം നോമ്പും സുന്നത്താണ്. പിന്നെയോ മാത്രമല്ല, ഇന്ന് അസർ നമസ്കാരത്തിന് ശേഷം, ഇന്ന് വ്യാഴാഴ്ചയാണ്, വെള്ളിയാഴ്ച രാവാണ്, അസർ നമസ്കാരത്തിന് ശേഷം ഒരാൾ നഖം മുറിച്ചാൽ അക്സിറു സവാബാ, അവനിക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലാഹു തആല കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്ന് പറ്റുന്നവർ നഖം മുറിക്കുക, അല്ലെങ്കിൽ നാളെ ജുമഅക്ക് മുമ്പെങ്കിലും ആ നഖം മുറിക്കുന്ന ആ ഒരു പണി തീർത്തു വെച്ചാൽ വളരെ സുന്നത്താണ്, വളരെ പ്രതിഫലം കിട്ടുന്നതാണ്. മാത്രമല്ല വാനലോകത്ത് നിന്നും അല്ലാഹുവിൻ്റെ റഹ്മത്ത് മഴ പോലെ ഇറങ്ങുന്ന സമയമാണ് വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ നമ്മൾ ചോദിക്കുക. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട സമയം കൂടിയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇസ്തിഗ്ഫാർ ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യൻ അവൻ 100 പ്രാവശ്യം ഒരു ദിവസം ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ, അതവൻ സ്ഥിരമായി അങ്ങനെ പറഞ്ഞാൽ, 1-2 ദിവസമല്ല, സ്ഥിരമായി അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ ആ ഇസ്തിഗ്ഫാറിൻ്റെ ബലം കൊണ്ട് അവൻ്റെ ജീവിതം മാറിമറിയുമെന്നാണ്. ഇസ്തിഗ്ഫാറിന് അത്രമാത്രം പവറുണ്ട്. അള്ളാഹുവിൻ്റെ ചില വിധികളെപ്പോലും മാറ്റിമറിക്കാൻ ഇസ്തിഗ്ഫാറിനും ദുആക്കും അള്ളാഹുവിൻ്റെ ഇസ്മുകൾക്കും കഴിവുണ്ടെന്നാണ്. മാത്രമല്ല സൂറത്തുൽ കഹ്ഫ് അല്ലേ, സൂറത്തുൽ കഹ്ഫ് ഇന്ന് ഓതാൻ പറ്റുന്നവർക്ക് ഇന്ന് ഓതാം, നാളെ ഓതാൻ പറ്റുന്നവർക്കും നാളെയും ഓതാവുന്നതാണ്. സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ, ഇന്നോതിയാൽ ഒരു കൂലി, നാളെ ഓതിയാൽ മറ്റൊരു കൂലി, അങ്ങനെ 2 കൂലി നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെയോ സ്വതക്ക അധികരിപ്പിക്കേണ്ട സമയമാണ്.
അതുപോലെ മരണപ്പെട്ടുപോയ വാപ്പയുണ്ടാകും, ഉമ്മയുണ്ടാകും. അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹയെങ്കിലും ഓതി, അല്ലെങ്കിൽ അവരുടെ ഖബറിന്റെ ചാരത്ത് ചെന്ന് അസ്സലാമു അലൈക്കും യാ ഉമ്മി, അസ്സലാമു അലൈക്കും യാ അബി എന്ന് പറയേണ്ട ഒരു ബാധ്യത നമുക്കുണ്ടെന്ന് മറന്നുപോവാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് സ്വലാത്ത് അധികരിപ്പിക്കേണ്ടതാണ്. സ്വലാത്ത് അധികരിപ്പിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുണ്യമായ ഒരു സ്വലാത്ത്, ആ സ്വലാത്തിൻ്റെ പേര് തന്നെ എന്തെന്നറിയോ? സ്വലാത്തു ജിബ്രീൽ. അതായത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ആ ജിബ്രീൽ എന്ന മലക്ക് മുത്തായ ഹബീബിന് വേണ്ടി ചൊല്ലിയ സ്വലാത്താണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിയ സ്വലാത്ത് ഉമ്മമാരെ, ഉപ്പമാരെ, ഞാനിവിടെ പറയാൻ പോകുന്നു. നമ്മൾ ഏറ്റു ചൊല്ലണേ, നമ്മളത് നിത്യമാക്കണേ. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ മറന്നു പോവരുതേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിയ സ്വലാത്താണ്. ഖബറിൽ 7 വട്ടം ജിബ്രീലും 70,000 മലക്കുകളും വരും സമ്മാനമായി ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്കെന്നാണ്. ആഹാ, ഖബറിൽ വരും ആര്? ജിബ്രീൽ എന്ന മലക്കും 70,000 മറ്റു മലക്കുകളും വന്ന് സമ്മാനമായി വരും ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്കെന്നാണ്. മാത്രമല്ല, ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് കിട്ടുന്ന മറ്റൊരു പ്രതിഫലം, ജിബ്രീൽ എന്ന മലക്ക് അന ആഖിദും ബിയദിഹി വയമുറു അല സിറാത്ത്, നബിയോട് പറയുന്നുണ്ട്, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ മേൽ ഒരു ദിവസം 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുന്നവൻ്റെ കയ്യും പിടിച്ച് ഞാൻ സിറാത്ത് പാലം അതാ ഓടും നബിയേ, ഞാൻ ഓടും, വെന്നൽ വേഗത്തിൽ ഓടുന്നതാണ്, അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ആക്കുന്നതാണ്. അപ്പോൾ ഏതാണ് ആ സ്വലാത്ത്? ഒരുപാട് നേട്ടങ്ങളുള്ള സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല സയ്യിദി അഹ്ലിസ് സമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല അദദ തുറാബി വൽ മാ. ഇതാണ് സ്വലാത്ത് ജിബ്രീൽ. ഒന്നുകൂടി നമുക്ക് പറഞ്ഞാലോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒരു 3 വട്ടം നമുക്ക് ഈ സ്വലാത്ത് പറയാം. 3 വട്ടം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല സയ്യിദി അഹ്ലിസ് സമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല അദദ തുറാബി വൽ മാ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കേട്ടോ, നോക്കി ഓതിയാൽ മതി. ഒന്നുകൂടി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, മുത്തായ റസൂലിന്, അല്ലാഹുവേ അവിടുത്തെ കുടുംബത്തിന് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല സയ്യിദി അഹ്ലിസ് സമാ. ആകാശത്തിലുള്ള അഹ്ലുകാരുടെ നേതാവായ ജിബ്രീലിന് അല്ലാഹുവേ മൺതരികളുടെയും വെള്ളത്തിൻ്റെയും അളവിനനുസരിച്ച് നീ ഗുണം ചെയ്യണേ അല്ലാ എന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം. സ്വലാത്തു ജിബ്രീൽ. ഒരു 2 വട്ടം കൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല സയ്യിദി അഹ്ലിസ് സമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല അദദ തുറാബി വൽ മാ. ഒരു വട്ടം കൂടി. اللهم صل على سيدنا محمد وعلى آل محمد. اللهم صل على سيدنا محمد جبريل سيد أهل السماء. اللهم صل على سيدنا اللهم صل على سيدنا جبريل عدد التراب والماء. ഇതാണ് സ്വലാത്ത് ജിബ്രീൽ. ആ സ്വലാത്ത് ജിബ്രീൽ നമ്മൾ ഏതാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ പ്രതിഫലം പറയപ്പെടുന്നത് ഖബറിൽ ഈ സ്വലാത്ത് നിത്യമാക്കുന്നവനിക്ക് കിട്ടുന്ന നേട്ടം. ഖബറിൽ നമ്മളൊക്കെ മരിച്ചു പോവേണ്ടവരാണ് അല്ലേ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഒരു മനുഷ്യൻ ഈ ദുന്യാവ് കഴിഞ്ഞ് അടുത്ത ലോകമാകുന്ന മഹ്ശറയിലേക്ക് പോകുന്ന ആ ഒരു ലോകം മറ്റൊരു ലോകമാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഹാലാണ്. അപ്പോൾ ആ ഖബറാകുന്ന ഈ അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്ക് കടക്കുന്ന വാതിലാണ് ഖബർ. അപ്പോൾ ആ ഖബറിൽ വിജയിക്കണം. അതിന് ഈ സ്വലാത്ത് നിത്യമാക്കാൻ മറന്നു പോവണ്ട കേട്ടോ. മാത്രമല്ല അനവധി പ്രതിഫലം, എത്രയോ നേട്ടങ്ങൾ, മഹത്തുക്കൾ എത്രയോ നേട്ടങ്ങൾ ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ആഖിബത്ത് നന്നാവാൻ, കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാവാൻ, കച്ചവടത്തിൽ ലാഭമുണ്ടാവാൻ, ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ അനവധി പ്രതിഫലങ്ങൾ ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് മറന്നു പോവണ്ട.
ഒരു വട്ടമെങ്കിലും ഇന്നത്തെ ദിവസം ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് ചൊല്ലാൻ മറക്കണ്ട. ഒരു വട്ടം കൂടി നമുക്ക് ചൊല്ലിയാലോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല സയ്യിദി അഹ്ലിസ് സമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല അദദ തുറാബി വൽ മാ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഈ സ്വലാത്ത് നമ്മൾ പഠിച്ചു. അല്ലാഹു തആല ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും നമുക്ക് ഒട്ടും കുറയാതെ പടച്ച റബ്ബ് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ഹലാലായ മുറാദും അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് എപ്പോഴും ദുആയുണ്ട്. അല്ലാഹു തആല നമ്മുടെ ദുആകളെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വെള്ളിയാഴ്ച രാവാണ്, മരണപ്പെട്ടുപോയവരെ മറന്നു പോകരുതേ. അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹയെങ്കിലും കുറഞ്ഞത് ഓതി ഹദിയ ചെയ്യാൻ വിട്ടുപോകണ്ട. അല്ലാഹു തആല നമുക്കൊക്കെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു മരണം അല്ലാഹു തആല നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.